നമസ്കാരം. ദേശസ്നേഹി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനിയും സോണിയ കുടുംബത്തിൻ്റെ ഗാന്ധിപ്പട്ടം അഴിച്ചു മാറ്റാൻ BJPക്കാർ തയ്യാറാവാത്തത് എന്തുകൊണ്ട്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗവും പിന്തുടർച്ചയുമാണ് ഇന്നത്തെ കോൺഗ്രസ് എന്നത് ആദ്യത്തെ കള്ളം. അതിലും വലിയ കള്ളമാണ് സോണിയ കുടുംബത്തിൻ്റെ ഗാന്ധിപ്പട്ടം. പിന്നത്തെ കള്ളം ഇവർ ഹിന്ദുക്കളാണെന്ന വാദമാണ്. പേരിലും മതത്തിലും വരെ കാപട്യ വേഷം ധരിച്ച് രാഷ്ട്രീയ നാടകമാടുന്ന ഈ രാജ്യദ്രോഹികൾ ഇനിയും പുലർന്നു പോരുന്നത് BJPയുടെ പിടിപ്പുകേട് കൊണ്ട് അല്ലെങ്കിൽ വിട്ടുവീഴ്ച കൊണ്ട് മാത്രമാണ്. ഈ വർഗത്തെ അബദ്ധത്തിൽ പോലും ഗാന്ധി പേർ ചേർത്ത് വിളിക്കാതിരിക്കും എന്ന് BJPക്കാർ ശപഥം ചെയ്യണം. ഇന്ദിരയുടെ യഥാർത്ഥ പേര് മൈമുന ബീഗം എന്നാണെന്ന് MO മത്തായി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ദിരയുടെ മുഴുവൻ പേര് ഇന്ദിര ഫിറോസ് ഗണ്ഡി എന്നല്ലേ? അങ്ങനെ വിളിക്കുന്നതല്ലേ ശരി? അതിനു പകരം ഇന്ദിരാഗാന്ധി എന്ന് എന്തിന് അഭിസംബോധന ചെയ്യണം? അന്റോണിയോ മൈനോ എന്നത് അല്ലേ സോണിയ മൈനോയുടെ യഥാർത്ഥ പേര്? അന്റോണിയോ മൈനോ എന്നത് തെറിവാക്കായതുകൊണ്ടാണോ സോണിയാഗാന്ധി എന്ന അപരനാമം ഈ ഇറ്റലിക്കാരി സ്വീകരിച്ചിരിക്കുന്നത്? തെറിവാക്കല്ലെങ്കിൽ പിന്നെ എന്തിന് ഇന്ത്യക്കാരെ പറ്റിക്കാൻ വേണ്ടി മാത്രമാണെന്നതല്ലേ ശരി? മക്കൾക്കും അപരനാമങ്ങളുണ്ട്. മകൻ്റെ പള്ളിയിലിട്ട സ്വന്തം പേര് തനി ഇറ്റാലിയൻ പേരാണ് റൗൾ വിൻസി. ഇന്ത്യക്കാരുടെ മുമ്പിൽ ഇയാൾ രാഹുൽ ഗാന്ധിയാണ്. മകളുടേത് ബിയാൻകായ എന്ന തനി ഇറ്റാലിയൻ ക്രിസ്തീയ നാമമാണ്. അവർ ഇന്ത്യക്കാരുടെ മുമ്പിൽ പ്രിയങ്ക ഗാന്ധിയാണ്. ഈ പൊറോട്ട് നാടകങ്ങളുടെ ഗുണഭോക്താക്കൾ ഉണ്ട്. അവർ ഗാന്ധി ചേർത്തോ ചക്രവർത്തിനി എന്ന് ചേർത്തോ രാജമാതാവ് എന്ന് ചേർത്തോ വിളിക്കട്ടെ. BJPക്കാർ എന്തിന് പൊറോട്ട നാടകങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കണം എന്നതാണ് ചോദ്യം. BJPക്കാർ മനസ്സിൽ വച്ചാൽ ഗാന്ധിപ്പട്ടം അറബിക്കടലിൽ കിടക്കും. BJPക്കാരും ഗാന്ധി ചേർത്ത് വിളിക്കുന്നതാണ് ആ പട്ടം നിലനിർത്താൻ പ്രധാന കാരണം എന്ന് BJP